എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് ശ്രവിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6:33. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ വാക്യം യേശുവിൻ്റെ മലമുകളിലുള്ള പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ലൗകിക ആവശ്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കേണ്ടതിനെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. ഭൗതിക ഉത്കണ്ഠകളെക്കുറിച്ച് ആളുകൾ ആകുലപ്പെടേണ്ട പ്രവണതയെയും ആത്മീയ കാര്യങ്ങളിൽ ഇവയ്ക്ക് എങ്ങനെ എളുപ്പത്തിൽ മുൻതൂക്കം നൽകാമെന്നും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. അതിൻ്റെ കാതൽ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൻ്റെ രാജ്യത്തിനും നീതിക്കും മുൻഗണന നൽകുവാനുള്ള ആഹ്വാനമാണ് ഈ വാക്യം. ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ദൈവവുമായി ഒരു ബന്ധം തേടുക, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നിവയാണ്. പിന്തുടരുന്ന വാഗ്ദത്തം ഇവയെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്കായി നൽകും എന്ന് ഉറപ്പാണ്. നമ്മുടെ മുൻഗണനകൾ താൽക്കാലികവും ഭൗമികവുമായ ആശങ്കകളിൽ നിന്ന് ശാശ്വതവും ആത്മീയവുമായിലേക്ക് മാറ്റാൻ ഈ വാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ അന്വേഷിക്കുക എന്നാൽ സജീവമായി പിന്തുടരുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവരാജ്യം എന്നത് ദൈവത്തിൻ്റെ ഭരണത്തെയും നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഹിതത്തിന് അനുസൃതമായി അവൻ്റെ ഉദ്ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയും അവൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. യേശുവിനെ അനുഗമിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും വിശുദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ചും അവനെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിനെയാണ് നീതി ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം അവൻ്റെ രാജ്യവും നീതിയും നമ്മുടെ പ്രാഥമിക ശ്രദ്ധ ആക്കുമ്പോൾ ദൈവം ഈ ആവശ്യങ്ങൾക്കായി നൽകുമെന്ന് യേശു ഉറപ്പ് നൽകുന്നു. ആത്മീയ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ദൈവത്തെ അനുസരിക്കുന്നതിലും അവൻ്റെ ഉദ്ദേശത്തെ അനുകൂലിക്കുന്നതിലും നാം ദൈവരാജ്യത്തിന് മുൻഗണന നൽകണം. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ വിശ്രമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുക. സത്യസന്ധതയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി ജീവിച്ചുകൊണ്ട് നീതിയോടെ ജീവിക്കുക. സ്നേഹപിതാവേ, അങ്ങ് എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പിൽ സമാധാനം കണ്ടെത്തിക്കൊണ്ട് ഭൗമികമായതിനേക്കാൾ സ്വർഗീയ വീക്ഷണത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.